അമ്മ, നാളെ ഒരു കല്യാണത്തിന് മൈലാഞ്ചി ഇടാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അവിടേക്ക് ഞാനും പൂർണിയും ഗീതയും കൂടെ പോണോ അമ്മ? എന്താടി സാമ്പാറേ, ഞാൻ എവിടെയൊക്കെ പോയാലും നീ അവിടെ ഉണ്ടല്ലോ. ഞാനല്ല വരുന്നത്, എന്റെ മുന്നിലേക്ക് നിങ്ങളാണ് എപ്പോഴും വരുന്നത്. നീ എന്തിനാ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നേ? അതെ അതെ, ആദ്യമേ തന്നെ ഇവള് നിന്റെ 2000 രൂപ വാങ്ങിച്ചല്ലേ. അല്ല, നമുക്കുള്ള ഏർപ്പാടൊക്കെ എവിടെ ചെയ്തിരിക്കുന്നെന്ന് ചോദിച്ചു നോക്ക്. സാരഥിയോട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ. പാവ, അവൻ ആ വണ്ടിയുടെ ഓണറല്ലേ, എന്തിനാ അവനോട് കൂലിക്കാരനെ പോലെ പെരുമാറുന്നേ? അവനെടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എടുക്കോ? ഇത് നോക്ക്, കുറച്ച് ഗമയിലൊക്കെ നടക്കാൻ നോക്കണം. നീയുള്ളപ്പോ ഞാനെന്ത് ഗമ കാണിക്കാനാ? ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ മുഖത്തത് വരില്ല. ശീലമില്ലാഞ്ഞിട്ടാ. പിന്നെ ഒരു കാര്യം, എന്നെ ഭയങ്കര പേടിയാണെന്നുള്ള മട്ടില് പാവത്താനെ പോലെ ഒന്നും നടക്കണ്ട. കനകം, അങ്ങോട്ട് നോക്കിക്കേ, ഈ കല്യാണത്തിന് ശ്രീലക്ഷ്മിയും വന്നിട്ടുണ്ടല്ലോ. എന്റെ പൊന്നുമോനെ, വേഗം ഇങ്ങോട്ട് വാ. ഇവിടെ നേരെ മണ്ണ് ഒരു പണിയും നടക്കുന്നില്ല. ആ കനകരത്നം, നമസ്കാരമുണ്ട്. നിങ്ങളും കല്യാണത്തിന് വന്നതാ അല്ലേ? നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങളെ കാണുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. കല്യാണം നടത്തുന്ന വീട്ടുകാരെ നിങ്ങൾക്കറിയോ? ഞാനങ്ങനെ വെറുതെ വന്നതല്ല കനകരത്നം. സദ്യ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെ. ഭക്ഷണം മുഴുവൻ എന്റെ മേൽനോട്ടത്തിലാ. അപ്പോ ഭക്ഷണമൊക്കെ അടിപൊളിയായിരിക്കുമല്ലേ? ഒരു പിടി പിടിക്കണം. എന്റെ കൈകൊണ്ട് തൊട്ടാ അപാര രുചിയായിരിക്കും. എന്തായാലും നന്നായിട്ട് കഴിക്കും നരസിംഹ. ആ കനകരത്നം, ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ഒന്ന് നിക്ക്. ആ, ആദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്ക്. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ ഒരു കുഞ്ഞു പോലും അറിയാൻ ഇടവരരുത്. ആ അതെ അതെ, ഈ കല്യാണം നടത്തുന്നവർക്കേ നമ്മള് പൈസ കടം കൊടുത്തിട്ടുള്ളതാ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വലിയ സ്ഥാനോ. കാറ്ററിംഗ് നടത്തുന്ന ഇവള് നമ്മുടെ ബന്ധുക്കാരാണെന്ന് പറഞ്ഞാലേ അത് നമുക്ക് വലിയ കുറച്ചില്ല. നിങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും ചേരുന്ന പോലെ എവിടെയാണോ നിൽക്കേണ്ട അവിടെ നിന്നാ മതി. മനസ്സിലായല്ലോ? എനിക്ക് മനസ്സിലായി കനകം. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം. കനകരത്നം കനകരത്നം തന്നെ പേരെടുത്ത് വിളിക്കാനൊന്നും നിൽക്കണ്ട. കഴിയുന്നവരെ അകലം പാലിച്ചേക്കണം. എന്തേലൊക്കെ അത്യാവശ്യം വന്ന് എന്നെ കാണേണ്ട സാഹചര്യം വന്നാ കനകരത്നം അമ്മാന്ന് എന്നെ വിളിക്കണം. ആവശ്യമില്ലാത്ത ബന്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ നാണുകെടുത്തരുത്. അതെ മോളെ, ഇപ്പൊ തന്നെ നമ്മൾ ഇവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേ ആരൊക്കെ കണ്ടിട്ടുണ്ടോ എന്തോ. എന്നോട് ക്ഷമിക്ക്. ഒന്ന് നിക്ക്, ഇങ്ങോട്ട് വാ. പാചകത്തിന് എത്രയാ വാങ്ങുന്നേ? 15,000. ഇങ്ങോട്ട് നോക്ക്. കല്യാണം കഴിഞ്ഞ ഉടനെ ആ കാശ് എന്റെ കയ്യിലെത്തണം. 8 ലക്ഷത്തോളം രൂപ എനിക്ക് തരാനുണ്ടെന്ന കാര്യം ഓർക്കണം. കനകം, എന്നോട് ക്ഷമിക്കണം കനകരത്നം അമ്മേ. 15,000 നിങ്ങളുടെ കയ്യിലേക്ക് തന്നാ എന്റെ കൂടെ ജോലി ചെയ്തവർക്ക് ഞാൻ എങ്ങനെ കാശ് കൊടുക്കുക? എന്റെ പങ്ക് 5,000 അത് ഞാൻ തരാം. അത് നടക്കില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കടം തരാം. പലിശ കിട്ടിയാൽ മതി എനിക്ക്. പോയി ജോലി നോക്ക്. അല്ല, ഇതാരും വാസന്തിയോ? നീയും വന്നോ കല്യാണത്തിന്? ഇവളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയ ഒരാളെ എവിടെയാണാവോ? എടാ ഗോവിന്ദ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാജിക് സംഭവിക്കുന്ന പോലെ ഉണ്ടടാ. ഇത് വെറും മാജിക് മാത്രമല്ലടാ, അതിന് പിന്നാലെ ഇളയരാജയുടെ മ്യൂസിക്കും പ്ലേ ചെയ്യുന്നുണ്ട്. എന്റെ മനസ്സിൽ കയറിയിരുന്ന ആരോ താളം പിടിക്കുന്ന പോലെ തോന്നുവാടാ എനിക്ക്. എനിക്കിവളെ കണ്ടോണ്ടേയിരിക്കാൻ തോന്നണ ബാലാജി. ഇങ്ങനെ കണ്ടോണ്ടിരുന്ന നമുക്ക് ഒരുപാട് പ്രായമായി പോവില്ലേ? ഈ പ്രായത്തിൽ തന്നെ ലവ് ഒക്കെ പറഞ്ഞ് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയാ നാളെ അവരും നമ്മളെപ്പോലെ തന്നെ ആരെങ്കിലൊക്കെ ലവ് ചെയ്ത് ഹാപ്പി ആയിരിക്കൂടാ.
നീ പറയുന്നത് ശരിയാടാ. ഉം. അവര് നമ്മളെ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവരോട് ഐ ലവ് യു എന്ന് പറയണം. അങ്ങനെ പറയണമെങ്കിലേ മിനിമം അവരുടെ പേരെങ്കിലും നമ്മൾ അറിയണ്ടടാ. എങ്ങനെയെങ്കിലും ഒന്ന് പരിചയപ്പെടണം. അന്ന് നമ്മൾ ആ പെണ്ണ് കാണാൻ പോയപ്പോ ആ പേരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അത് ശരിയാ. അപ്പൊ ചോദിക്കാൻ പറ്റിയില്ല. എന്നാ നമുക്ക് ഇപ്പൊ ചോദിച്ചാലോ? ആ ശരിടാ, ചോദിച്ചോളെ. എടാ ഗോവിന്ദ, എത്ര നേരം അവരെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? അവരാണെ നമ്മളെയൊന്നും നോക്കുന്നു പോലും ഇല്ലല്ലോ. അവര് രണ്ടുപേരും അങ്ങനെയാടാ. വെറുതെ ആവശ്യമില്ലാതെ നോക്കില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മാത്രം നോക്കൂ. ഡാ, നമ്മൾ വല്ല പുല്ല് പറിക്കാൻ വന്നാണെന്ന് അവര് വിചാരിക്കൂടാ. വാ പോയി സംസാരിക്കാം. കുറച്ചു നേരം കൂടെ നമുക്ക് അവരെ നോക്കി നിൽക്കാടാ. നിന്റെ ചേട്ടത്തിക്ക് എന്ത് ഭംഗിയാണെന്നൊന്ന് നോക്കിക്കേടാ. എന്റെ ഭാര്യ നല്ല പൊളിയായിട്ടുണ്ടടാ. ഇവനെന്താ ഇവിടെ നിക്കുന്നേ? ആരടി അവൻ? നിന്റെ ബോയ് ഫ്രണ്ടാ? ആ ചച്ച, അങ്ങനെയൊന്നുമില്ല. അന്ന് അഡ്രസ് മാറി കുറച്ചുപേര് പെണ്ണ് കാണാൻ വന്നിരുന്നില്ലേ, അത് ഇവനാ. ഓ, ഇവനെന്താ നോക്കി നോക്കി ആളെ കൊല്ലുമല്ലോ. എടാ ബാലാജി, ആ, അവർ രണ്ടുപേരും നമ്മളെ നോക്കിയടാ. ആ. വാ നമുക്ക് പോയി സംസാരിക്കാം. ഏ വാടി പോവാ. ഏയ്, എന്തിനു? നിക്ക്. ഗീത, ഹായ്, ഞങ്ങള് ബ്രദേഴ്സാ. ഇവന്റെ പേര് ബാലാജി. ഇവൻ എന്റെ പേര് നോ വിന്ദ. GO വിന്ദ. ശരി, അതൊക്കെ എന്നാ ഇപ്പോ? എന്താ പറഞ്ഞ മനസ്സിലായില്ല? അതിനിപ്പോ എന്താണെന്നാടാ ചോദിച്ചത്? ഓ, അതൊന്നുമില്ല. ഞങ്ങളുടെ പേര് ഞങ്ങൾ പറഞ്ഞില്ല. ഇനി നിങ്ങളുടെ പേര് പറഞ്ഞോ. എന്തിന്? എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നേ? പേര് പറയാതെ എങ്ങനെ പരിചയപ്പെടുക? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഏയ്, വാടി പോവാം. അയ്യോ പോലെ ഒന്നിക്ക്. ഒന്ന് നിക്ക്. ഹലോ ഹലോ. നിങ്ങളൊന്നും പറയാതെ പോകുന്നേ. ഓടി പോവാണല്ലോ. അയ്യോ എടാ, നോക്കി ഗോവിന്ദ, നടക്കും. ഹലോ ഒന്ന് നിക്ക്. നിക്ക്. എടാ പെട്ടെന്ന് വാ. ഇങ്ങനെ പോയാലോ? ഹലോ ചേച്ചി ഒന്ന് മാറിക്ക്. അതെ ഒന്ന് പറയട്ടെ. ഒന്നിക്ക്. അതെ ഹലോ. നിക്കണേ. അവിടെ ഹലോ. നിൽക്കാൻ. ഒന്നിക്കുന്നേ. ചേച്ചി ആരെങ്കിലും കണ്ട എന്തെങ്കിലും വിചാരിക്കും. അതെ ഒന്നിക്ക്. സംസാരിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് പോണം. സംസാരിക്കാനാ. ഹലോ വാ പൂർണി, ഇവരെന്നാ നിക്കാതെ? എന്തൊരു സ്പീഡിലായി പോകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് വാ. അതെ ഒന്നിക്ക്. ഹലോ ഏയ് അതെ ഒരു നിമിഷം. ഏ എവിടെ പോയി? ആ, കയ്യ്. സോറി. നിക്ക് നിക്ക്. എവിടെയാടാ കാണുന്നില്ലല്ലോ. ഇവിടേക്ക് തന്നെയല്ലേ വന്നേ? പെട്ടെന്ന് തന്നെ അവരിത് അങ്ങോട്ടോ മാറിയില്ല. ഇത് കല്യാണ മണ്ഡപമാണോ അതോ വല്ല മായാലോകമാണോ? എവിടെയും പോയിട്ടുണ്ടാവില്ല. ആ, ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. വാ നമുക്ക് പോയി പിടിക്കാം. ഏയ്, അവരിങ്ങോട്ടാ വരുന്നെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ നിൽക്ക്, അനങ്ങല്ലേ. എവിടെ പോയി കാണൂടാ? അയ്യോ, ഇങ്ങോട്ടാ വരുന്നേ, ഇങ്ങോട്ടാ വരുന്നേ. നിനക്ക് പേടിയില്ലല്ലോ? നമുക്ക് അങ്ങോട്ട് പോവാം. നീ വാ ഗീത.
അയ്യോ ഗീത, മിണ്ടാതിരിക്കെ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നീ മിണ്ടല്ലേ. നമുക്ക് പോവാം, ബാ പറയുന്ന കേക്ക്. മിണ്ടല്ലേ, നീ അനങ്ങാതെ അവിടെ തന്നെ നിക്ക്. അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഇല്ല, അവര് നമ്മളെ കാണില്ല, മിണ്ടല്ലേ. ഹലോ കള്ളിപ്പൂച്ചകളെ ഇവിടെ വിളിച്ചു നിൽക്കായിരുന്നല്ലേ? ഹലോ ഒന്ന് നിക്കണേ. നല്ല പൂവാണല്ലേ? ആ ഇതൊക്കെ നല്ല പൂവാ. നിക്ക്. ഓ ഹലോ, എന്താ നിന്റെ പ്രശ്നം? എന്റെ അച്ഛനെ ഫോൺ ചെയ്യട്ടെ ഞാൻ. പോലീസ് വന്ന് നിന്നെ പിടിച്ചോണ്ട് പോയാലേ നീ മര്യാദ പഠിക്കുമെന്ന് എനിക്ക് തോന്നേ. അയ്യോ, അകത്തിട്ട മര്യാദ പഠിക്കുമെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരുപാട് പേര് അങ്ങോട്ട് പോയനെ. എനിക്കതിന്റെ ഒരാവശ്യമില്ല കേട്ടോ. നിന്റെ പേരെന്തെന്ന് പറഞ്ഞാൽ മതി. എന്റെ പേരെന്തിനാ നീ അറിയുന്നേ? നീ ഇതെന്തൊക്കെയാ പറയുന്നത്? പേര് ചോദിക്കുമ്പോ എന്തിനാ എത്രയൊക്കെ എൻക്വയറി ചെയ്യുന്നത്? പേര് പറഞ്ഞ എന്ത് സംഭവിക്കാനാ? ഇങ്ങോട്ട് നോക്ക്, നീ ഭയങ്കര ഓവറായിട്ട് പോവാ. അതെത്ര നല്ലതിനല്ല. നീ പേര് പറഞ്ഞേ പറ്റൂ. എന്താ ഡിമാൻഡാണോ നിനക്ക്? ഇത് ഡിമാൻഡ് ഒന്നുമല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്യല്ലേ. റിക്വസ്റ്റും ഇല്ല, ഒന്നുമില്ല. ഇനി എന്റെ പുറകെ വരരുത്, മനസ്സിലായോ? ഞാനൊന്നും നിന്റെ പുറകെ വരുന്നില്ല. പേര് പറഞ്ഞാ നിന്നെ അത് വിളിച്ചാ മതിയല്ലോ. വിളിക്കുകയും വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. മാത്രല്ല എനിക്ക് പേര് പറയാൻ താല്പര്യമില്ല. അതെന്താ അങ്ങനെ? എന്താ താല്പര്യമില്ലാത്ത? ഞാൻ എന്തിനാ നിന്നോട് പറയുന്നേ? ഒറ്റയടിക്ക് എല്ലാം കൂടെ ചോദിച്ചാൽ എങ്ങനെയാ? ചില കാര്യങ്ങള് ഫ്ലോയിൽ മനസ്സിലാക്കണം. നിന്റെ ഈ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. സത്യമായിട്ട് പറയാ, ഞാൻ വേഷമൊന്നും കെട്ടിയിട്ടില്ല. ഒരു തവണ നിന്റെ പേര് പറ. എന്റെ പേര് ഞാൻ എന്തിനാ നിന്നോട് പറയുന്നേ? ഇതേ നോക്കിയേ, ഒരു ഭംഗിയുള്ള പെണ്ണിന് അത്രയും ഭംഗിയുള്ള പേരുണ്ടാവും. ആ പേരറിഞ്ഞു കഴിഞ്ഞാ മനസ്സിന് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് ചെറുപ്പം മുതൽ ആകാംക്ഷ കുറച്ച് കൂടുതലാ. ആകാംക്ഷ ആകാംക്ഷയോ? ആകാംക്ഷ എന്ന് പറഞ്ഞാ ക്യൂരിയോസിറ്റി എന്ന് പറയില്ലേ, അത് തന്നെ. എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ അത് അറിയുന്നവരെ തല പുകയും. പ്ലീസ് ഒന്ന് പറ. എന്താണ് നിന്റെ പ്രശ്നം? എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? പ്ലീസ് ഒന്ന് ഇവിടുന്ന് പോവോ? പേര് പറഞ്ഞാ ഞാൻ പോവാം. പേര് പറഞ്ഞ ഇനി എന്നെ ശല്യം ചെയ്യില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോഴും ഞാൻ അതിന് നിന്നെ ശല്യം ചെയ്തില്ലല്ലോ. പേര് പറയാൻ മാത്രമല്ല പറയുന്നത്, ചോദിച്ചിട്ട് പറയുന്നുമില്ല. ഇത്രയും ചോദിച്ചിട്ട് പറയുന്നില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ പിച്ചക്കാരനായിട്ട് തോന്നുന്നേ. പ്ലീസ് ഒന്ന് പറ, പ്ലീസ്. അയ്യോ ശരി പറയാം, പക്ഷെ മേലെ എന്റെ മുന്നിൽ കണ്ടുപോകരുത്. നീ ആദ്യം പേരെന്താന്ന് പറ. നിന്റെ ഭംഗിയുള്ള പേര് കേൾക്കാൻ എന്റെ 2 ചെവികളും ആകാംക്ഷയോടെ കാത്തിരിക്കുക. വേഗം പറ. ശരി, കണ്ണടയ്ക്ക്.
വീണ്ടും ഓടിക്കളയാനാണല്ലേ? അതെ, എന്ത് ഐഡിയ ആണെങ്കിലും അത് ഒരു തവണ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ തവണ നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? അതിനൊരു ചാൻസും ഇല്ല. ദേ നോക്കിയേ, നീ കാരണം ഞാനൊരു കാര്യം മനസ്സിലാക്കി. ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുമ്പോ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ കണ്ണടയ്ക്കാനേ പാടില്ലെന്ന് ഞാൻ മനസ്സിലാക്കി കളഞ്ഞു. എന്റെ പേര് ആ പറ പറ. തക്കമ്മ. എന്ത് എന്ത്? അതെ, തക്കമ്മ. തക്കമ്മയോ? അതെ, തക്കമ്മ. തക്കമ്മ. അയ്യേ, എന്ത് പേരാ അവള് പറഞ്ഞ? തക്കമ്മ. ദൈവമേ, സോറി, റിയലി സോറി. അന്നറിയാതെ നിങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നിട്ട് കോഫിയൊക്കെ കുടിച്ച് ലഡുവും കഴിച്ചു. സോറി, അന്നെനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. അതെ, നിങ്ങളുടെ പേരൊന്ന് പറയാവോ? ഞാനാണെങ്കിൽ നിങ്ങളുടെ പേര് മറന്നുപോയി. അയ്യോ, എന്തിനിങ്ങനെ കരയുന്നേ? പ്ലീസ്, നിങ്ങളിങ്ങനെ അനാവശ്യമായിട്ട് കരയല്ലേ. അയ്യോ, വെറുതെ ഇങ്ങനെ കരയാതെ. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ വട്ടം കൂടിയിട്ട് തല്ലു. എന്താ? അയ്യോ, അതെ അതൊന്ന് പറയട്ടെ. ഞാനിതിപ്പോ എന്ത് പറഞ്ഞിട്ടാ? പേര് ചോദിച്ചതിന് ഇത്രയും കരഞ്ഞിട്ട് പോണോ? എന്തൊക്കെയാ നടക്കുന്നത്? അമ്മേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ കൂട്ടര് അത് ഇവരാ. പേര് ആ. സെൽവി. എന്റെ മോളെ ഓർമ്മയുണ്ട്. സുഖായിരിക്കണോ? ആ സുഖായിരിക്കുന്നു അമ്മേ. ഇതെന്റെ അമ്മയാ. ഓ നമസ്കാരം. അനുഗ്രഹിക്കണോ അമ്മേ? അതൊന്നും വേണ്ട മോളെ. മോള് നന്നായി വരും. നിങ്ങളുടെ മക്കളെയും കൂട്ടിയിട്ടാണോ വന്നത്? ആ അവരും ഉണ്ട്, രണ്ടുപേരും പുറത്ത് കോലം ഇട്ടോണ്ടിരിക്ക. ആണോ? മക്കൾക്ക് കല്യാണമൊക്കെ ആയോ? ഇല്ല, നോക്കുന്നുണ്ട്. ഇതുവരെ നല്ലൊരു ബന്ധം തരപ്പെട്ടില്ല അമ്മേ. ആ നമസ്കാരം. നമസ്കാരം നമസ്കാരം. ആ ഒരുപാട് സന്തോഷായി എല്ലാരും വന്നല്ലോ. ആ ഷൺമുഖം, ഒന്ന് നിക്കണേ. എന്നാ നിങ്ങൾ ചെന്ന് പെണ്ണിന് മഞ്ഞളിട്ട് കൊടുക്ക്. ഞാനിപ്പോ വന്നേക്കാം. ആ ശരി ശരി. ഞാനും മഞ്ഞൾ ചാർത്തിക്കോട്ടെ. അമ്മേ, എന്താ ഇത്? നിങ്ങൾ എങ്ങനെയാ ചാർത്താൻ പോകുന്നേ? ഞാൻ ചെയ്യുന്നില്ല. മഞ്ഞളിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് സെന്റ് പോട്ടിൽ ഇരിപ്പുണ്ട്. മഞ്ഞളിട്ട് കൊടുക്കാത്ത കാരണം അതെനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? കനകരത്നം, നീ പോയി ചാർത്തിട്ട് വാ. എത്ര നേരമായി നിൽക്കുന്നു? ഏയ്, എന്താ? നിനക്കെന്താ കണ്ണു കാണില്ലേ? നോക്കി നടന്നൂടെ? കണ്ണ് നിങ്ങളുടെ മുഖത്തും ഉണ്ടല്ലോ, നിങ്ങൾക്ക് നോക്കി നടക്കാൻ പറ്റില്ലേ? അയ്യോ, എന്താ ഇത്? ഇവൾ ഇവിടെ വന്ന് എന്തിനാ ഈ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നേ? അമ്മേ, നിങ്ങളുടെ മോളോടൊന്ന് മനസമാധാനപ്പെടാൻ പറയ്. എന്റെ മോള് മനസമാധാനത്തോടെ നിന്നാലേ അവൾ എങ്ങനെ എന്റെ മോളാവുക? നീ ഇത് കണ്ടുകൊണ്ട് നിന്നാ മതി. കണ്ടോണ്ട് നിൽക്കാനാ? എന്നാ പൊട്ട കണ്ണട വെക്ക്. നിങ്ങൾ എന്താ പറഞ്ഞേ? എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലേന്നല്ലേ നിങ്ങൾ ചോദിച്ചേ? നിങ്ങൾക്കും ഉണ്ടല്ലോ രണ്ട് കണ്ണ്, അത് കാണുന്നില്ലേന്നാ ഞാനും ചോദിച്ചേ. അത് പറഞ്ഞ നീ ആരാടി? വേണ്ട മോളെ, ഇവരൊക്കെ ആരാ? അതിവിടെ കോലയിടാൻ വേണ്ടി വിളിച്ചു വരുത്തിയതാ. ഓ, പണിയെടുക്കാൻ വന്ന പെണ്ണാണോ? ജോലി ചെയ്യാൻ വന്നോര് മര്യാദയ്ക്ക് ജോലി ചെയ്യണം. ഇതുപോലെ കാശുള്ള ഞങ്ങളുടെ മേത്ത് മെക്കെട്ട് കയറാൻ വരാൻ നിൽക്കരുത്. വന്ന് വന്ന് ഈ വേലക്കാർക്കൊക്കെ വല്ലാത്ത അഹങ്കാരായി തുടങ്ങി. ദേ ഇങ്ങോട്ട് നോക്കിയേ. മര്യാദയ്ക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത്. ഏയ്, ആരോടി നീ? എന്നെ എതിർത്ത് സംസാരിക്കാൻ മാത്രമായോ? ജോലി ചെയ്യാൻ വന്നോര് ആദ്യം അത് ചെയ്യാൻ നോക്ക്. വെളിവില്ലാതെ എന്നെ വന്ന് ഇടിച്ചിട്ടേ എന്നോട് തർക്കിക്കാൻ വരുന്നോ നീ? ചൂടാവണ്ട. ഞാൻ ഇവിടെ നിന്ന് തിരിഞ്ഞപ്പോ അറിയാതെ നിങ്ങളെ ഒന്ന് തട്ടി. അപ്പോഴേ സോറി പറയാൻ വന്നതാ ഞാൻ. അപ്പോഴേക്കും നിങ്ങളിങ്ങനെ ഒച്ചയെടുക്കാൻ തുടങ്ങിയില്ലേ? മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? ഏയ് മോളെ, കല്യാണ വീട്ടിൽ ഇങ്ങനെ തല്ലുകൂടാൻ നിക്കല്ലേ. മോളൊന്ന് അങ്ങോട്ട് ചെന്നേച്ചല്ലേ. അതാദ്യം ഇവിടെ പറഞ്ഞു മനസ്സിലാക്ക്. ശെൽവി, നീ ഒന്ന് നിർത്ത് മോളെ.
അയ്യോ സോറി മോളെ. ആ നിൽക്കുന്ന സ്ത്രീയെ ഈ കല്യാണം നടത്താൻ വേണ്ടി 20 ലക്ഷം രൂപ കൊടുത്തത്. ഇപ്പൊ അവരുമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ കല്യാണം ഇവിടുത്തെ കൊച്ചുമോളുടെ അല്ലേ, അതൊക്കെ പ്രശ്നമാവും. ദയവ് ഇതൊന്നും മനസ്സിൽ വെക്കരുത് മോള്. മോൾക്ക് എല്ലാരോടും ക്ഷമിക്കാൻ പറ്റും. ശരി അമ്മ, നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ ഒരു പെണ്ണിന് ഇത്ര അഹങ്കാരം നല്ലതല്ല. ഓ അതെ ഈ ഗേറ്റ് തുറക്ക്. നന്നായി വിശക്കുന്നുണ്ട്, തുറക്കുവാ. വയ്യല്ലോ. എന്താ പറഞ്ഞു കേൾക്കുന്നില്ലേ? കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാരും വിശന്നിട്ടാ നിക്കുന്നത്.